ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ കൊറോണ എന്ന് പറയുന്നൊരു വാക്ക് നമ്മളങ്ങ് മറന്നിരിക്കുകയായിരുന്നല്ലേ? അപ്പോൾ നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്താണ് ഒമിക്രോണിൻ്റെ ശാഖയിൽ പെട്ടിട്ടുള്ള JN.1 വകഭേദം നമ്മുടെ രാജ്യത്തും അതുപോലെ മറ്റ് രാജ്യങ്ങളിലും അതുപോലെ കേരളത്തിലും ഒക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആരോഗ്യവകുപ്പ് പറയുന്നത് ഈ JN.1 വകഭേദത്തിന് വ്യാപനശേഷി വളരെ കൂടുതലാണ്, പക്ഷേ ആളുകളിൽ ഉണ്ടാക്കുന്ന തീവ്രത കുറവായിരിക്കും. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇപ്പോഴത്തെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ്ട ചുമ, അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ, പിന്നെ നമുക്ക് ക്ഷീണം, അതേപോലെ തന്നെ നമുക്ക് വിറയലോട് കൂടിയിട്ടുള്ള പനി വരുന്നുണ്ട്. അങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഇപ്പം നിലവിലത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പനി വന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അല്ലാതെ നമ്മുടെ സ്വയം ചികിത്സകളൊന്നും പാടില്ല. അപ്പോഴാണ് നമുക്ക് ഏതൊരു രോഗമാണെങ്കിലും അത് അപകടത്തിലേക്ക് പോകുന്നത് നമ്മുടെ സ്വയം ചികിത്സയിലേക്ക് പോകുമ്പോഴാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ പനിയുടെ എന്ത് ലക്ഷണങ്ങൾ കണ്ടാൽ തന്നെ നമ്മൾ ഫസ്റ്റ് ഇതിൽ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പിന്നെ ഇപ്പം മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പുറത്ത് പോകുന്ന ജോലിക്കായിട്ട് പോകുന്നവരുണ്ടാകും, എഡ്യൂക്കേഷന് വേണ്ടി പുറത്ത് പോകുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സാനിറ്റൈസർ കയ്യിൽ കരുതുക, അതേപോലെ തന്നെ മാസ്ക് ഉപയോഗിക്കുക. പൊതു ഇടങ്ങളിൽ പോകുമ്പോഴും പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോഴും കൂടുതൽ ആൾക്കാരുമായിട്ട് ഇടപഴകേണ്ടി വരുമ്പോഴും ഒക്കെ നമ്മൾ മാസ്ക് ഉപയോഗിക്കുക, അതേപോലെ തന്നെ സാനിറ്റൈസറും യൂസ് ചെയ്യുക. ഇനി നമ്മൾ വീട്ടിലേക്ക് തിരികെ വരുന്ന സമയത്ത് പഴയതുപോലെ തന്നെ നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് ആ കൊറോണയുടെ സമയത്ത് എങ്ങനെയാണോ ആ കൈ പ്രോപ്പറായ രീതിയിൽ വാഷ് ചെയ്യേണ്ടുന്നത് അതേ രീതിയിൽ തന്നെ വാഷ് ചെയ്യുക. ഇപ്പം നമുക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പോലീസുകാരെ കാണുമ്പോൾ ഹെൽമെറ്റ് എടുത്ത് പെട്ടെന്ന് വെക്കുന്നു എന്ന് പറയുന്നത് പോലെയല്ല. നമ്മൾ ഈ മാസ്ക് ആണെങ്കിലും സാനിറ്റൈസർ ആണെങ്കിലും എല്ലാം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നൊരു രീതിയുണ്ട്, അതുപോലെ തന്നെ ചെയ്യുക. അല്ലാതെ മാസ്ക് മൂക്കിന് താഴേക്ക് വലിച്ചിട്ടിട്ട് അപ്പോൾ രോഗം വരുവാണെങ്കിൽ ടാറ്റ പറഞ്ഞ് പൊയ്ക്കോട്ടെന്ന് പറഞ്ഞ് പേടിച്ചിട്ട് മാസ്ക് കണ്ടിട്ട് പോകത്തൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ ചില ന്യായങ്ങൾ പറയുമല്ലോ, മുട്ടാപ്പോക്കുകളൊക്കെ പറയും, അതൊന്നും വേണ്ട. നന്നായിട്ട് തന്നെ നമ്മളെ ശ്രദ്ധിക്കുക. നമ്മുടെ വീടിനകത്തിരിക്കുന്ന മാതാപിതാക്കളുടെയും അതേപോലെ തന്നെ പ്രായമായിട്ടുള്ള ആളുകളുടെയൊക്കെ ഉത്തരവാദിത്വം നമ്മുടെ കൈകളിൽ തന്നെയാണ്. പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ചെറുപ്പക്കാരിലുമാണ് ആ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കേണ്ടുന്നത്. അവർക്ക് ആ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. കാരണം അവർക്ക് രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് പലതരത്തിലുള്ള രോഗാവസ്ഥകൾ കാണും. അപ്പോൾ നമ്മളായിട്ട് അവർക്കൊരു രോഗം വരുത്തുകയോ അവരെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യരുത്. നമ്മളാണ് അവരെ കെയർ ചെയ്യേണ്ടുന്നത്. ഏത് രോഗമാണെങ്കിലും ഇപ്പം നമ്മളത് അവർ പറയുന്നു വ്യാപനശേഷി വളരെ കൂടുതലാണെങ്കിലും തീവ്രത കുറവാണെന്ന്. പക്ഷേ രോഗമുള്ള ഒരാളിൽ അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന മാറ്റങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലായിരിക്കുകയില്ല. അപ്പോഴായിരിക്കും നമ്മൾ ഈ ചിരിച്ചുകൊണ്ട് നേരിടുന്നതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക. അത് നമ്മൾ ഉണ്ടാക്കാതെ നോക്കുക. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗം വരുമ്പോൾ അപ്പം തന്നെ നമ്മൾ ചികിത്സ തേടുക. ഇത്രയും സംവിധാനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. രോഗവ്യാപനം തടയണമെങ്കിൽ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് വരാതെ നോക്കുക. അത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞതുപോലെ രോഗം വരുമ്പോൾ അത് വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക. പിന്നെ ഇപ്പം ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലുകളിലൊക്കെ ആണെങ്കിലും ഹോസ്പിറ്റലിൽ പോകുന്ന രോഗികളാണെങ്കിലും അവർക്ക് കൂടെ പോകുന്നവരാണെങ്കിലും ഹോസ്പിറ്റലിൽ പോകുന്ന എല്ലാവരും തന്നെ മാസ്ക് ഉപയോഗിക്കണം. കാരണം പലതരത്തിലുള്ള രോഗങ്ങളുള്ളവരായിരിക്കും ഈ ഹോസ്പിറ്റലുകളിലൊക്കെ വരുന്നത്. അപ്പം നമ്മൾ തന്നെ നമുക്ക് രോഗം വരാതെ ശ്രദ്ധിക്കുക. നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്താണ്? നമ്മൾക്ക് രോഗമുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പകരാതെ നോക്കുക, മറ്റുള്ളവർക്ക് രോഗമുണ്ടെങ്കിൽ അത് നമുക്ക് വരാതെ നോക്കുക. അത് മാത്രമേ നമ്മളെയും കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് മാത്രം നമ്മൾ ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട. ഇത്രയും മാത്രമേ നമുക്കിതിൽ ചെയ്യാനുള്ളൂ. പിന്നെ ഈ രോഗലക്ഷണങ്ങളെയാണല്ലോ നമുക്ക് ഇതിനെ നേരിടുന്നതിന് പകരമായിട്ട് നമുക്ക് വരുന്ന രോഗത്തെ ഓരോന്നായിട്ട് ചികിത്സിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പം തന്നെ നമുക്കൊരു പനി വന്നു, നമ്മളത് നമുക്കറിയാവുന്നൊരു ടാബ്ലറ്റ് മേടിച്ച് കഴിച്ചു, അത് നമ്മുടെ ഉള്ളിലേക്ക് അടങ്ങി കഴിയുമ്പം ഇപ്പം ന്യൂമോണിയ പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെയാണ് അല്ലേ? നമ്മൾ കുറേ ഇൻഫെക്ഷൻ അങ്ങ് ഉള്ളിലേക്ക് ആയി കഴിഞ്ഞ് കഴിയുമ്പം ന്യൂമോണിയ പോലുള്ള രോഗങ്ങൾ വരും. അങ്ങനെയുള്ള ഒരാൾക്ക്, ഇപ്പം അങ്ങനെ ഉള്ളിൽ ഇൻഫെക്ഷൻ അടങ്ങി കിടക്കുന്ന ഒരാൾക്ക് ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അത് തീവ്രമായിരിക്കും. അപ്പോൾ അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ കെയർ ചെയ്താൽ മാത്രം മതി, വേറൊന്നും വേണ്ട. ഇപ്പോൾ ഭയപ്പെടുന്നത് ഇപ്പോൾ രോഗാവസ്ഥയുടെ കാര്യത്തിലാണെങ്കിലും മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുടെ കാര്യത്തിലായാലും നമ്മൾ ഭയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ജാഗ്രത ഉണ്ടായിരിക്കുക, എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ചെയ്യുക. പിന്നെ നമ്മളൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുക. നമ്മുടെ സർക്കാർ പറയുന്ന ആരോഗ്യവകുപ്പ് പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് പാലിക്കുക. അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഓക്കെ, ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.